മതപീഡനം നേരിടുന്ന വിഭാഗങ്ങളെ രക്ഷിക്കാനിറങ്ങുന്ന ബുദ്ധരുടെ സേന, അതാണ് അരാക്കൻ സേന. രാഖൈൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് സേന എന്ന വിവരങ്ങൾ പുറത്ത്. മ്യാൻമാറിലെ സൈനിക സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്ന വിമതരായ അരാക്കൻ സൈന്യം പ്രഖ്യാപിത ലക്ഷ്യമായ സ്വതന്ത്ര രാജ്യം രൂപീകരിക്കുന്നതിനോട് അടുക്കുന്നു എന്ന് റിപ്പോർട്ട്. മ്യാൻമാറിലെ രാഖൈൻ സംസ്ഥാനത്തെ 18-ൽ 15 പ്രവിശ്യകളും പിടിച്ചെടുത്ത അരാക്കൻ സൈന്യം കൂടുതൽ പ്രവിശ്യകൾ കൈപ്പിടിയിൽ ഒതുക്കാനായി മുന്നോട്ട് പോവുകയാണ്. മ്യാൻമാറിനും ബംഗ്ലാദേശിനും ഇടയ്ക്കുള്ള 270 കിലോമീറ്റർ അതിർത്തി അരാക്കൻ സൈന്യം പിടിച്ചെടുത്തിരുന്നു. അരാക്കൻ സൈന്യത്തിന് രാഖൈൻ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ സാധിച്ചാൽ 1971-ലെ ബംഗ്ലാദേശ് രൂപീകരണത്തിന് ശേഷം വിഘടനവാദികൾ സ്വന്തം രീതിയിൽ രാജ്യം രൂപീകരിക്കുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിലെ ആദ്യ സംഭവമായിരിക്കും ഇത്. മ്യാൻമാറിലെ രാഖൈൻ വംശജർക്ക് കൂടുതൽ സ്വയംഭരണം എന്ന ആവശ്യം മുൻനിർത്തിയാണ് 2009-ൽ രൂപം കൊണ്ട അരാക്കൻ സൈന്യത്തിന്റെ പോരാട്ടം നടക്കുന്നത്. യുണൈറ്റഡ് ലീഗ് ഓഫ് അരാക്കൻ എന്ന സംഘടനയുടെ സായുധ വിഭാഗമാണ് അരാക്കൻ ആർമി. രാഖൈനിലെ തേരാവാദ ബുദ്ധമതക്കാരാണ് സംഘടനയിൽ ഉള്ളത്. സൈനിക സർക്കാരിനെതിരെ സ്വാതന്ത്ര്യത്തിനായി കഴിഞ്ഞ 4 വർഷമായി പോരാടുന്ന അരാക്കൻ സൈന്യം 2024 അവസാനം മ്യാൻമാറിലെ ആൻ മേഖല പിടിച്ചെടുത്തിരുന്നു. രാഖൈനിലെ മ്യാൻമാർ സൈന്യമായ ടാറ്റ്മാഡോയുടെ വെസ്റ്റേൺ കമാൻഡന്റ് നടത്തുന്ന ഓപ്പറേഷനുകളുടെ ബുദ്ധി കേന്ദ്രമായിരുന്നു ആൻ മേഖല. ആൻ മേഖലയിലെ മ്യാൻമാർ പട്ടാളം കീഴടങ്ങുന്ന ദൃശ്യങ്ങൾ നേരത്തെ അരാക്കൻ സൈന്യം പുറത്തുവിടുകയും ചെയ്തിരുന്നു. മ്യാൻമാറിൽ നിന്ന് കുറച്ചു കാലമായി ഉയർന്നു കേൾക്കുന്ന പേരാണ് അരാക്കൻ ആർമി. ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിൽ ഏതാനും ദിവസങ്ങളായി തുടരുന്ന സംഘർഷങ്ങളാണ് അരാക്കനെ വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. മ്യാൻമാറിലെ രാഖൈൻ സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്ര ബുദ്ധിസ്റ്റ് വംശീയ സായുധ സംഘടനയാണിത്. നേരത്തെ അരാക്കൻ സംസ്ഥാനം എന്നാണ് രാഖൈൻ അറിയപ്പെട്ടിരുന്നത്. അരാക്കൻ ജനതയുടെ സ്വയംഭരണം സ്ഥാപിക്കുക എന്നതാണ് ഈ ഭീകര ഗ്രൂപ്പിന്റെ ലക്ഷ്യം. 2009 ഏപ്രിലിൽ സ്ഥാപിതമായ യുണൈറ്റഡ് ലീഗ് ഓഫ് അരാക്കന്റെ സൈനിക വിഭാഗമാണിത്. മ്യാൻമാർ സർക്കാരിൽ നിന്ന് കൂടുതൽ സ്വയംഭരണവും അരാക്കൻ ജനതയുടെ പരമാധികാരവും ലക്ഷ്യം വെച്ച് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പാണിത്. അരാക്കൻ ജനതയുടെ പരമാധികാരമാണ് ഇവരുടെ ലക്ഷ്യം. തൊഴിൽ തേടി ചൈനീസ് അതിർത്തി കടന്ന രാഖൈൻ നിവാസികളായ തേരാവാദ ബുദ്ധമതക്കാരുടെ സൃഷ്ടിയായ അരാക്കൻ ആർമി വളരെ പെട്ടെന്നാണ് ശക്തി പ്രാപിച്ചത്. മേഖലയിലെ ദാരിദ്ര്യവും ഭരണകൂടത്തിന്റെ അവഗണനയും മൂലമുണ്ടായ ജനരോഷം തങ്ങളുടെ വളർച്ചയ്ക്കും വിഭവ സമാഹരണത്തിനും അവർ ഇന്ധനമാക്കുകയായിരുന്നു. മ്യാൻമാർ ചൈന അതിർത്തിയിലെ വിമത സേനകളുമായി ബന്ധമുണ്ടായിരുന്നവരാണ് AA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അരാക്കൻ ആർമിക്ക് നേതൃത്വം നൽകുന്നവരിൽ ഏറെയും. ഡ്രോണും ആർട്ടിലറിയും ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ സ്വന്തമാക്കാൻ ഇത് അരാക്കന് സഹായകമായി. ഗറില്ല യുദ്ധ തലമുറയിലെ പ്രാവീണ്യവും അരാക്കൻ പർവ്വതനിരകൾ അഥവാ രാഖൈൻ യോമ ഉൾക്കൊള്ളുന്ന മേഖലയിലെ ഭൂപ്രകൃതിയും ഇവരുടെ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു. 2021-ൽ സർക്കാരിനെ അട്ടിമറിച്ച് സൈന്യം അധികാരം പിടിച്ചെടുത്തതിനെ തുടർന്നുണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങളും അരാക്കൻ സൈന്യത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കി. തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ പാർലമെന്റ് അധികാരത്തിലേറുന്നതിന് തൊട്ടുമുൻപാണ് തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ അഴിമതിയും ക്രമക്കേടും ആരോപിച്ച് പട്ടാളം അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചടക്കിയത്. തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയ ഓങ് സാൻ സ്യൂചിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി നേതാക്കളെയെല്ലാം ജയിലിലടച്ചു. ഇതോടെ രാജ്യത്ത് പ്രതിഷേധങ്ങൾ പടരുകയും വ്യത്യസ്ത വംശീയ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിലുള്ളവർ ഒരുമിച്ച് തെരുവിലിറങ്ങുകയും ചെയ്തു. പട്ടാള ഭരണകൂടം പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തി. ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു. 10,000 ജയിലിലാവുകയോ ഒളിവിൽ പോകാൻ നിർബന്ധിതരാവുകയോ ചെയ്തു. അരാക്കൻ ആർമി അടക്കമുള്ള വിമത സേനകൾ ഇത് ഭംഗിയായി ഉപയോഗിക്കുകയും ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ സമരം ചെയ്യുന്ന സംഘടനകളുമായി കൈകോർക്കുകയും ചെയ്തു. ഇവരൊരുമിച്ച് പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സസ് എന്ന സഖ്യമുണ്ടാക്കി. യന്ത്രത്തോക്കുകളും വ്യോമ ആക്രമണങ്ങളുമായി സൈന്യം ഇവരെ നേരിട്ടതോടെ മ്യാൻമാർ സമ്പൂർണ്ണമായ ആഭ്യന്തര യുദ്ധത്തിൽ അമർന്നു. ഇതിനിടയിൽ രാഖൈൻ പ്രവിശ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അരാക്കൻ സൈന്യം തങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിലാക്കി. ഇപ്പോൾ മ്യാൻമാറിന് മാത്രമല്ല ബംഗ്ലാദേശിനു കൂടി ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് അരാക്കൻ ആർമി. ബംഗ്ലാദേശ് അതിർത്തിയിൽ മ്യാൻമാർ സർക്കാരിന്റെ കീഴിലുണ്ടായിരുന്ന അവസാന പട്ടണമായിരുന്ന മൗണ്ടോ കൂടി അരാക്കൻ പിടിച്ചതാണ് പുതിയ ബംഗ്ലാദേശ് സർക്കാരിന് തലവേദന ആയിരിക്കുന്നത്. മ്യാൻമാർ പട്ടാളത്തിന്റെ വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടെ മറികടന്നായിരുന്നു അരാക്കന്റെ മുന്നേറ്റം. ഇതോടെ ബംഗ്ലാദേശ് അതിർത്തിയിലെ മ്യാൻമാറിന്റെ 271 കിലോമീറ്ററോളം ഭാഗം അരാക്കൻ സൈന്യത്തിന്റെ കൈവശമായി എന്നാണ് റിപ്പോർട്ട്. അതീവ തന്ത്രപ്രധാന കേന്ദ്രമായ മാങ്ഡോ മ്യാൻമാർ പട്ടാളമായ ടാറ്റ്മാഡോയിൽ നിന്ന് അരാക്കൻ സൈന്യം പിടിച്ചെടുത്തത് ബംഗ്ലാദേശിലേക്ക് കൂടി അരാക്കന്റെ ആക്രമണം വ്യാപിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. നിലവിൽ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിലെ ബംഗ്ലാദേശ് പ്രദേശമായ ടെക്നാഫ് മേഖലയുടെ ചില ഭാഗങ്ങൾ വരെ പിടിച്ചെടുത്ത് ബംഗ്ലാദേശിലെ ഏക പവിഴദ്വീപായ സെന്റ് മാർട്ടിൻസ് ദ്വീപിന് തൊട്ടടുത്ത് വരെ അരാക്കൻ ആർമി എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. മ്യാൻമാറുമായുള്ള വ്യാപാരം ടെക്നാഫ് തുറമുഖം വഴിയാണ് ബംഗ്ലാദേശ് നടത്തിക്കൊണ്ടിരുന്നത്. അരാക്കൻ സൈന്യം അതേസമയം ഇന്ത്യയുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന സ്ഥിരീകരിക്കാത്ത പ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. എക്കാലവും മ്യാൻമാറിലെ പ്രശ്നങ്ങളിൽ ഇടപെടൽ
ഇടപെടാറുള്ള ചൈനയുടെ അപ്രമാദിത്വം ഇല്ലാതാക്കുന്നതിന് അരാക്കൻ സേനയെ സ്വന്തം പക്ഷത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ സർക്കാർ അരാക്കൻ സേനയ്ക്ക് സഹായം നൽകുന്നത് എന്നാണ് മ്യാൻമാർ സൈന്യം ആരോപിക്കുന്നത്. ഇന്ത്യ അരാക്കൻ സേനയ്ക്ക് ആയുധങ്ങളും രഹസ്യവിവരങ്ങളും കൈമാറുകയും പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നും ഇവർ പറയുന്നു. വിമത സേനകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തും സമാധാന പ്രക്രിയയ്ക്ക് മുൻകൈയെടുത്തുമെല്ലാം മ്യാൻമാറിലെ വിഷയങ്ങളിൽ ചൈന സജീവമായ ഇടപെടലാണ് എല്ലാ കാലത്തും നടത്തിയത്. ഇങ്ങനെ മ്യാൻമാറിലെ സൈനിക സർക്കാരിലും വിമത സംഘങ്ങളിലും ചൈന നേടിക്കൊണ്ടിരിക്കുന്ന മേൽക്കൈ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ അരാക്കനെ സഹായിക്കുന്നത് എന്നതാണ് മ്യാൻമാർ സൈന്യത്തിന്റെ ആരോപണം. പാകിസ്ഥാനോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും ഇന്ത്യയുമായി അത്ര നല്ല സ്വരത്തിലല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പുതിയ ബംഗ്ലാദേശ് സർക്കാരിനെ നിലയ്ക്ക് നിർത്താൻ ഇന്ത്യ അരാക്കനെ ഉപയോഗിക്കുമോ എന്ന സംശയം ചോദിക്കുന്നവരുമുണ്ട്. ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യക്ക് കൂടി അതീവ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ വരുതിയിലാക്കാൻ ഇന്ത്യൻ വിദേശ രഹസ്യാന്വേഷണ സംഘമായ റോ ആണ് അരാക്കന് സഹായം നൽകുന്നത് എന്നും അത് ഇന്ത്യയുടെ കൂടി താൽപര്യമാണ് എന്നുള്ള ആരോപണവുമാണ് ഉയരുന്നത്. മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അസ്ഥിരതയും ക്രമസമാധാന പ്രശ്നങ്ങളും ഉയർത്തുന്ന വെല്ലുവിളി രൂക്ഷമാവാതിരിക്കാൻ അരാക്കൻ പോലുള്ള ഗ്രൂപ്പുകളെ ഇന്ത്യ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുകയാണ് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.